ഞാൻ ഇന്നലെ നമ്മുടെ ന്യൂസിലാൻഡ് വേഴ്സസ് ഓസ്ട്രേലിയ സോക്കർ മാച്ച് കാണാനായിട്ട് ഗോ മീഡിയ സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും സാറേയും കൂടെ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ സാറയ്ക്ക് ഡാൻസ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ രണ്ട് ടീമിൻ്റെ നാഷണൽ ആന്തം ഒക്കെ പ്ലേ ചെയ്ത് ആ മാച്ചിന് മുമ്പുള്ള ഒരു സമയമുണ്ടല്ലോ, അതായിരുന്നു. പിന്നെ കളി സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു, നല്ല ആംബിയൻസും ഉണ്ടായിരുന്നു. ഇവിടെ ഗ്രൗണ്ടിലെത്തി. ഭയങ്കര ഒച്ചപ്പാടും ബഹളമാട്ടോ. നല്ല ക്രൗഡാണ് ഇവിടെ. അടിപൊളി ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. കളി തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് എനിക്ക് തോന്നുന്നത് ഫുൾ പൊസഷൻ വെച്ച് ന്യൂസിലാൻഡാണ് കളിച്ചത് നന്നായിട്ട്. പക്ഷെ അവർക്ക് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓസ്ട്രേലിയൻസ് ആണെങ്കിൽ അവർ കിട്ടിയ അവസരങ്ങൾ അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തെന്ന് പറയാം. അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനിഷിങ് സ്കില്ല് ഭയങ്കരമായിരുന്നു പറയാം. അവർ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു ഒരു ഗോള് അടിച്ച് ലീഡ് ചെയ്തു. സെക്കൻഡ് ഹാഫിലും ഈ പറയുന്ന കണക്ക് ന്യൂസിലാൻഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. പക്ഷേ ഈ ഗോൾ അടിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തുടർന്നു. കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ ആ ഒരു സ്ട്രാറ്റജി ശരിക്കും വർക്കൗട്ടായില്ല ഈ വിങ്ങിൽ കൂടെയുള്ള ഗെയിം. കാരണം ക്രിസ് വുഡിനെ പോലെ അത്രയും സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറിന് വേണ്ടത്ര ബോളുകൾ കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഒത്തിരി ത്രൂ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ ത്രൂ എന്നുള്ളതിനേയും കൂടുതൽ പാസിങ് ഗെയിമായിട്ടാണ് അവർ ഇത് കളിച്ചത് ശരിക്കും പറഞ്ഞാൽ. അതേസമയം ഓസ്ട്രേലിയ കിട്ടിയ അവസരങ്ങളെല്ലാം കൺവേർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി അവസരങ്ങൾ അവർക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇല്ല, എന്നാൽ അവർ കൺവേർഷൻ അടിപൊളിയായിരുന്നു. പിന്നെ അവർ കൂടുതലും ത്രൂ ബോളിൽ കൂടെയാണ് ഈ ഗോൾസ് എല്ലാം സ്കോർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓസ്ട്രേലിയക്കൊരു ഫ്രീ കിക്ക് ചാൻസ് കിട്ടി, അതെടുത്ത് കിട്ടില്ലെന്നൊരു കിക്കായിരുന്നു. അത് ഡിപ്പ് ചെയ്ത് പോസ്റ്റിൽ ഇടിച്ചിട്ടാണ് പോയത്. അതെനിക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റി. ഭയങ്കര കിട്ടില്ലെന്നൊരു സാധനമായിരുന്നു. അവസാനം ഗെയിം 3-1 ഓസ്ട്രേലിയ വിജയിച്ചു. അപ്പം ന്യൂസിലാൻഡ് സപ്പോർട്ടേഴ്സ് എല്ലാം നിരാശയോടെ അവസാനം ഗ്രൗണ്ട് വിടുക ചെയ്തത്. പിന്നെ ഈ രാത്രി ഭയങ്കര ചില്ലിയായിട്ടുള്ളൊരു രാത്രിയായിരുന്നു. അത്യാവശ്യം നല്ല ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു. ഈ ഫിംഗർ ടിപ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ മരച്ചു പോയായിരുന്നു. പിന്നെ ഈ ഗെയിമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഏകദേശം 9:45 ആയിട്ടോ.